നമസ്കാരം. എല്ലാവരുടെയും ഒരു ചോദ്യമാണ് നമുക്ക് എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കാം, അതെങ്ങനെയാണെന്നുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം തന്നെ നിങ്ങളുടെ എനർജീനെ കറക്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിൽ എന്തെങ്കിലും ബാഡ് എലിമെൻറ്റ്സ് ഉണ്ടോ, എനർജീസ് ഉണ്ടോ, അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സോൾ പ്രസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ദൃഷ്ടിദോഷങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കളയാം. അപ്പം അത് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പ്യൂർ ആവത്തുള്ളൂ. ഇല്ലാതെ നിങ്ങൾ എന്തെല്ലാം ജപങ്ങളും പരിപാടി ചെയ്താലും ഗുണമുണ്ടാവില്ല. അതാണ് ഇവിടെ ആൾക്കാർക്ക് സംഭവിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഞാൻ എൻ്റെ വീഡിയോസ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഫുള്ള് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഓൺ സോള് മാത്രം, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള എനർജി ബോഡി നിങ്ങളിലുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ലവ് എനർജിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലവ് എനർജിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു എക്സസൈസ് ഞാനതിൽ നമ്മുടെ വീഡിയോസിൽ പറയുന്നുണ്ട്. ആ വീഡിയോ പോയി കാണുക എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. പിങ്ക് ലൈറ്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വൽ ലെവൽ മാറും. പിന്നെ നമുക്ക് അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കർമാസ് റിലീസ് ചെയ്ത് കളയാനുള്ള കുറച്ച് രഹസ്യവിദ്യകൾ എൻ്റെ ഉണ്ട്. എമോഷണൽ ഹീലിംഗ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, എക്സസൈസുകളാണ്. പിന്നെ അവേക്കണിങ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് എൻ്റെ ഉണ്ട്. ഞാനിത് ഒരു 4-5 പേർക്കൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ. അത് അനൗൺസ് ചെയ്യണമല്ല അത്. പക്ഷേ അതേപോലെ കൃത്യമായിട്ടുള്ള ആൾ വന്നാൽ അത് ദേവി പറയാണ് ഇയാൾക്കത് ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാനത് പറഞ്ഞു തരുള്ളൂ. അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുള്ളൂ, ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഈ എനർജി റിലീസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജപങ്ങളും കാര്യങ്ങളും ചെയ്യും. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിന് കുറേ വിദ്യകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലുള്ള നാളികേരം കൊണ്ടുള്ള വിദ്യകൾ, അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് മാറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യൂ. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇതൊരു നല്ലൊരു മെസ്സേജാണ്. ദേവി കൊല്ലുക അമ്മ എനിക്ക് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നൊരു മെസ്സേജും കൂടിയാണ്. താങ്ക് യു.